ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ നമസ്കാരം. സ്വാഗതം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണു സഹസ്രനാമം, അതിൻ്റെ നാമങ്ങളുടെ അർത്ഥം, ഇതൊക്കെ നമ്മൾ കുറേ വീഡിയോസിലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കലികാലം അതാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കലികാലത്ത് നാമജപം ഒരു നല്ല ഔഷധമാണെന്ന് പറയും. അപ്പോൾ ആ നാമജപം മനസ്സിന് എന്താണ് തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രമാക്കാനും സഹായിക്കുന്നു എന്നും വളരെ കരുത്തുറ്റ ഒരു മനസ്സ് പ്രദാനം ചെയ്യുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ സമൂഹം, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഓരോ ദിവസവും നമ്മൾ എത്ര രീതിയിലുള്ള എന്തൊക്കെ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ഒക്കെ പെരുകി വരുന്ന ഈ ഒരു കാലത്ത് ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പ്രധാന കാരണം മൂല്യച്യുതി എന്ന് പറയും. മൂല്യച്യുതി അല്ലെങ്കിൽ മൂല്യശോഷണം. അപ്പം മൂല്യശോഷണം ഇല്ലാതെ നമുക്ക് നമ്മുടെ അടുത്ത ഒരു സമൂഹത്തെ അല്ലെങ്കിൽ അടുത്ത ഒരു ജനറേഷനെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും. അത് തന്നെയാണ് ഇന്ന് നമ്മുടെ ആ ഒരു സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ അത് ആ ഒരു മൂല്യച്യുതി, മൂല്യശോഷണം, മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. അത് മാറ്റാൻ അതിന് മുതിർന്നവർക്ക് കുറേ കാര്യങ്ങൾ മുതിർന്നവർക്ക് അടുത്തൊരു ജനറേഷന് വേണ്ടി ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ അത് ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്നാൽ നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഈ ഭൗതികതയിൽ ഇങ്ങനെ രമിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് ടെക്നോളജി വളരെ ഇമ്പ്രൂവ് ചെയ്തതുകൊണ്ട് നമുക്ക് ഒരുപാട് സുഖ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ആ സുഖ സൗകര്യങ്ങളിൽ നമ്മളിങ്ങനെ രമിക്കുമ്പോഴും യഥാർത്ഥ സുഖം ഈ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒരിക്കലും ലഭിക്കില്ല എന്നുള്ള ഒരു സത്യം നമുക്ക് ഇടയ്ക്കിടയ്ക്കെങ്കിലും നമുക്ക് ബോധ്യം ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ മനസ്സാണ് ജീവിതം എന്ന് നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങൾ പറഞ്ഞു തരുന്നു. ഗീതയും ഭാഗവതവും ഉപനിഷത്തുക്കളും ഒക്കെ മനസ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറയുന്നു. അപ്പോൾ ഇന്ന് ഈ സൗകര്യങ്ങൾ വളരെ കൂടി നിൽക്കുന്ന ഈ ഒരുപാട് ലക്ഷറി, അതിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ രംഗത്തും സുഖ സൗകര്യങ്ങൾ കൂടി വരുന്നുണ്ട്. എന്നാൽ അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കാതെ നോക്കണമെങ്കിൽ നമുക്ക് മനസ്സിനെ നല്ല ഒരു അവസ്ഥയിലേക്ക് എപ്പോഴും നിർത്താൻ കഴിയണം. അങ്ങനെ നിർത്താൻ സഹായിക്കുന്ന ഒരു സഹസ്രനാമ ജപം തന്നെയാണ് വിഷ്ണു സഹസ്രനാമം. അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്തിന് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉത്തരമാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരവസ്ഥ എപ്പോഴും ഒരു നല്ല ഒരു അവസ്ഥയിൽ മനസ്സിനെ നിർത്താനും മനസ്സിനെ ശാന്തമാക്കാനും. ശാന്തി, സുഖം, സന്തോഷം എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അത് അന്വേഷിച്ചാണല്ലോ മനുഷ്യനിങ്ങനെ പല 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 കാര്യങ്ങളെ തേടി ഇങ്ങനെ അലയുന്നത് ഈ ഒരു ലോകത്ത്. അപ്പോൾ ആ ഒരു മനസ്സിനെ ശാന്തമാക്കാനും കലുഷിതമായിട്ടുള്ള ഈ കലികാലത്ത് മനസ്സിനെ ഏകാഗ്രമാക്കാനും ശാന്തമാക്കാനും സുഖം എന്ന് പറയുന്ന യഥാർത്ഥ സുഖം അനുഭവിക്കാനും ഈ നാമജപസാധന, പ്രത്യേകിച്ച് വിഷ്ണു സഹസ്രനാമ ജപസാധന അത് സഹായിക്കുമെന്നും മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും നല്ലത് വിഷ്ണു സഹസ്രനാമമാണ് എന്ന് ആചാര്യന്മാർ പറയുന്നത്. അത് സത്യമാണെന്ന് നമുക്ക് ശരിക്കും അത് ആ നാമജപ സാധനയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു യാത്ര നമുക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ, അതിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ കലികാലം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന കലിയുഗത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കണമെങ്കിൽ നമ്മൾ പത്രം എടുത്ത് കുറച്ച് നേരം വായിച്ചാൽ മതി. അത് തന്നെയാണ് കലിയുഗത്തിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആരോഗ്യമാണ്. ആരോഗ്യം എന്ന് പറയുന്നതാണല്ലോ ഒരാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് മനസ്സിൻ്റെ ആരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യവും ഇത് രണ്ടും നമുക്ക് തരാൻ കഴിയുന്ന വിഷ്ണു സഹസ്രനാമം. അപ്പോൾ ഭേഷജവും ഭിഷക്കും വിഷ്ണു സഹസ്രനാമം. ഭേഷജം എന്ന് പറയുന്നത് മരുന്നാണ്, ഔഷധമാണ്. ഭിഷക്ക് എന്ന് പറയുന്നത് വൈദ്യനാണ് അല്ലെങ്കിൽ ഡോക്ടറാണ്. അപ്പോൾ ഭേഷജവും ഭിഷക്കും അല്ലെങ്കിൽ വൈദ്യനും ഔഷധവും ആയി നമ്മുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ തുല്യരായിട്ടുള്ള ഋഷീശ്വരന്മാർ നമുക്ക് തന്ന ഈ ഒരു
വിഷ്ണു സഹസ്രനാമ ജപം നമുക്ക് ഒരു ശീലമാക്കാം. അതിരാവിലെയാണ് ഏറ്റവും നല്ലത് അത് പാരായണം ചെയ്യുന്നതിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത 521 മുതൽ 530 വരെയുള്ള നാമങ്ങൾ, അതിൻ്റെ അർത്ഥമാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ആ ഒരു അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പം നമ്മളിന്ന് നോക്കുന്ന ഭാഗങ്ങൾ 521 മുതൽ 530 വരെയുള്ള നാമങ്ങൾ വിഷ്ണു സഹസ്രനാമം. ഇവിടെ ഓം ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭവഹരം സർവലോകൈകനാഥം സശങ്കചക്രം സകിരീടകുണ്ടലം സവീതവസ്ത്രം സരസീരുവക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം യസ്യ സ്മരണമാത്രേണ ജന്മ സംസാരബന്ധനാത് വിമുച്യതേ. നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗം വരുന്ന ശ്ലോകങ്ങൾ അജോ മഹർഹ സ്വാഭാവിയോ ജിതാമിത്ര പ്രമോദന ആനന്ദോ നന്ദനോ നന്ദ സത്യധർമ്മ ത്രിവിക്രമ. ആ ഒരു ഭാഗത്താണ് വരുന്നത്. അജോ മഹർഹ സ്വാഭാവിയോ ജിതാമിത്ര പ്രമോദന ആനന്ദോ നന്ദനോ നന്ദ സത്യധർമ്മ ത്രിവിക്രമ. ആ ഒരു ഭാഗത്താണ് ഈ 10 നാമങ്ങൾ വരുന്നത്. അപ്പോൾ വളരെ കുറച്ച് നാമങ്ങളെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം പറയുന്നത് കൊണ്ടാണ്. കാരണം അർത്ഥം ഒരു നാമത്തിന് തന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമുക്കൊരു 10 നാമങ്ങളൊക്കെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നുള്ളൂ. ഒരുപാട് ഉൾപ്പെടുത്തുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നോക്കാം. 521 അജഹ ജനിക്കാത്തവൻ. അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഭഗവത്ഗീതയിലുമൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യമാണ്, ഭഗവാന് ജനനമോ മരണമോ ഇല്ല, അനാദിയാണ്, ആദിയും അന്തവും ഇല്ലാത്ത ഭഗവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ ആ നാമങ്ങൾ ഗീതാ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാപ്റ്റർ 2 പ്രത്യേകിച്ചും. അപ്പോൾ അനാദിയായവനാണ് ഭഗവാൻ. അതായത് ജനിച്ചു എന്നോ മരിച്ചു എന്നോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നുന്നത് ചില അവതാരങ്ങളെടുത്ത് ഭഗവാൻ ഇവിടെ അവതരിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പല അവതാരങ്ങളിൽ വാമനമൂർത്തിയായിട്ടും പിന്നെ വരാഹാവതാരവുമൊക്കെ. അപ്പോൾ അങ്ങനെ തൻ്റെ മായാശക്തി കൊണ്ട് പിന്നെ പല ജീവന്മാരെയും തന്നിലേക്ക് ആകർഷിച്ച് ജനന മരണങ്ങൾക്ക് അതീതമായ ഭാവത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനെ അവതരിച്ചത്. അതുകൊണ്ടാണ് ചാപ്റ്റർ 4 6ാമത്തെ ശ്ലോകം ഭഗവാൻ പറയുന്നുണ്ട്, അജോബി സന്നവ്യേ ആത്മാ ഭൂതാനാമീശ്വരോബി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതായത് ജനിക്കാത്തവനും നാശവുമില്ലാത്തവനുമായ ഞാൻ പ്രകൃതിയെ ആശ്രയിച്ച് മായാശക്തിയാലാണ് പലതും ഇവിടെ നടത്തുന്നത് എന്ന്. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി 522ാമത്തെ നാമം മഹാർഹ, പൂജ അർഹിക്കുന്നവൻ, മഹത്തായ പൂജ അർഹിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഉത്സവം, പൂജ, ആരാധന ഒക്കെ ദേവപ്രീതിക്ക് വേണ്ടി മനുഷ്യൻ പലതരത്തിലുള്ള ക്ഷേത്രങ്ങളിലൂടെയും അതുപോലെ അല്ലാതെയും ഒക്കെ ഒരുപാട് യജ്ഞങ്ങളും പൂജകളും ഹോമങ്ങളും ഒക്കെ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം അർഹിക്കുന്നവനാണ് ഭഗവാൻ എന്ന് പറയുന്നു. ഭക്തന് അമൂല്യമായത് എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാനാണ് ഭക്തന് ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു നിധി. ഭഗവാൻ ആണ് ഭക്തന് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു നിധിയായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാമാന്യ മനുഷ്യബുദ്ധിക്ക് അളന്ന് തിട്ടപ്പെടുത്താനോ ഭാവന ചെയ്യാനോ സാധ്യമല്ലാത്ത ശോഭനയും പരിവേഷവും ഒക്കെ ഉള്ള ഭഗവാൻ എന്നാണ് ആ മഹാർഹ എന്ന പദത്തിനർത്ഥം. അതായത് സാമാന്യ മനുഷ്യബുദ്ധിക്ക് അളക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത ആ ഒരു ദിവ്യത്വവും ശോഭയും ഒക്കെ ഉള്ള ഭഗവാൻ എന്നാണ് മഹാർഹ എന്ന പദത്തിനർത്ഥം.
അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ അവതാര കഥകളൊക്കെ പറയുമ്പോൾ ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഭാഗവതത്തിൽ 10ാമത്തെ സ്കന്ധം തന്നെ ശ്രീകൃഷ്ണ അവതാര ലീലകളും പിന്നെ ഒക്കെയാണ് അതിൽ പറയുന്നത്. അതിൽ ചാപ്റ്റർ 3 ശ്ലോകം 10 പറയുന്നുണ്ട്, മഹാർഹ വൈഡൂര്യ കിരീടകുണ്ടല ത്വിഷാപരിഷ്വക്ത സഹസ്രകുണ്ടലം എന്ന്. അപ്പോൾ എന്താണെന്ന് പറയുമ്പോൾ വസുദേവർ ഭഗവാന്റെ പിതാവായിട്ടുള്ള വസുദേവർ, ശ്രീകൃഷ്ണൻ്റെ പിതാവായിട്ടുള്ള വസുദേവർ ദർശിച്ച ഭഗവത് സ്വരൂപത്തിനെയാണ് ശ്രീ ശുക ബ്രഹ്മർഷി ഇതുപോലെ പറഞ്ഞത്. മഹാർഹ വൈഡൂര്യ കിരീടകുണ്ടലം ത്വിഷാപരിഷ്വക്ത സഹസ്രകുണ്ടലം. ആ ഒരു ഭഗവാന്റെ ആ ഒരു രൂപം, കിരീടവും വനമാലയും ഒക്കെ ധരിച്ച ആ ഭഗവാന്റെ ആ രൂപം അത് മഹത്തായതാണ് എന്നും അത് പൂജകൾ അർഹിക്കുന്നതാണ്. അതാണ് മഹാർഹ. 523ാമത്തെ നാമം സ്വഭാവ്യ. സ്വഭാവേന അഭാവ്യൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഭവിക്കപ്പെടുന്നവനാണ് ഭാവ്യൻ, അത് ഉണ്ടാകുന്നവൻ. സ്വതസിദ്ധമായി തന്നെ ഉണ്ടാകാത്തവൻ എന്നതുകൊണ്ട് ഒരിക്കലും ജന്മമില്ലാത്ത സ്വരൂപത്തോടു കൂടിയവനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ സദാ ഉള്ളത് എന്നർത്ഥം. ജന്മഭാവമില്ലാത്ത സ്വരൂപത്തോടു കൂടിയവൻ, ജന്മഭാവങ്ങളില്ല ഭഗവാന്, അങ്ങനെയുള്ള സ്വരൂപമാണ്. അപ്പോൾ സ്വതേ ഭവിക്കപ്പെടുന്നവൻ. അപ്പോൾ ഭഗവാൻ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ചോദിച്ചാൽ അതിന് കഥകളിലൊക്കെ ഓരോ നിമിത്തങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്കിലും ഭഗവാൻ സ്വതേ ഉള്ളതാണ്, സദാ ഉള്ളത് എന്നും അർത്ഥമുണ്ട്. അതാണ് സ്വാഭാവ്യ എന്ന് പറയുന്നത്. നിരന്തരമായ സത്തയോടുകൂടിയവനാണ് ഭഗവാൻ എന്നും. സ്വഭാവം എന്നത് പദത്തിന് തൻ്റെ ഭാവം, സ്വഭാവം എന്നാണല്ലോ, തൻ്റെ ശരിയായിട്ടുള്ള തൻ്റെ ഭാവം എന്നാണ്. ആത്മഭാവമായ ചിദാനന്ദത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവിക എന്ന് പറയുമ്പോൾ ഭഗവാൻ സ്വന്തം ഭാവത്തിൽ, ആത്മഭാവമായ ചിദാനന്ദ ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നും ഒരർത്ഥമുണ്ട്. അപ്പോൾ ഇനി 524ാമത്തെ നാമം ജിതാമിത്ര. ജിതാമിത്രൻ എന്നാണ് അർത്ഥം. ജിതാമിത്രൻ എന്നാണ് അർത്ഥം. അമിത്രൻ മിത്രമില്ലാത്തവൻ. ജിത എന്ന് പറയുമ്പോൾ ജയിച്ചവൻ എന്നാണ്. ജിതാമിത്ര എന്ന് പറയുമ്പോൾ മിത്രമില്ലാത്ത ശത്രുവിനെ ജയിച്ചവൻ. അപ്പോൾ മിത്രമില്ലാത്ത ശത്രുവിനെ ജയിച്ചവൻ ആണ് ഭഗവാൻ. രാഗദ്വേഷം തുടങ്ങിയ ആന്തരിക ശത്രുക്കൾ, അതുപോലെ ആസുരിക വാസനകൾ ഒക്കെ ഉള്ളവരാണ് രാവണൻ, ശിശുപാലൻ, കംസൻ. ഇവരൊക്കെ ഭഗവാന്റെ കഥകളും ലീലകളുമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാൻ അവരെയൊക്കെ വധിക്കുന്ന കാര്യമൊക്കെ നമ്മൾ ഒരുപാട് ഭഗവാന്റെ ലീലകളിലൊക്കെ കഥകളിലുമൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ രാവണവധം അതിന് ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിച്ചു. അതുപോലെ കംസവധത്തിനും ശിശുപാലൻ്റെ വധത്തിനുമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണ അവതാരമെടുത്തു. അപ്പോൾ അസംഖ്യം ബാഹ്യശത്രുക്കളെ ജയിച്ചവൻ എന്നാണ് അർത്ഥം ജിതാമിത്ര. ലോകത്തിൻ്റെ സുസ്ഥിതിക്കായിട്ട് ഈ ആസുരിക ശക്തികൾ എന്ന് പറയുന്നത് ലോകത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണ്. അവരെ നശിപ്പിക്കാൻ ഭഗവാൻ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയും ലോകത്തിൽ സുഖവും ശാന്തിയും ഉണ്ടാക്കാനും വേണ്ടി ഭഗവാൻ അവയൊക്കെ ജയിച്ച് ധർമ്മത്തെ സ്ഥാപിക്കുന്നു. അവയൊക്കെ ജയിക്കുന്നു, ഈ ആസുരിക ശക്തികളെയൊക്കെ ജയിക്കുന്നു, എന്നിട്ട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നു. അതാണ് ജിതാമിത്ര. മിത്രമില്ലാത്ത ശത്രുവിനെ ജയിച്ചവൻ. മിത്രമല്ലാത്ത ശത്രുവിനെ ജയിച്ചവനാണ് ഭഗവാൻ. ഇനി 525ാമത്തെ നാമം പ്രമോദനഃ. പ്രകർഷേണ മോദിക്കുന്നവൻ അല്ലെങ്കിൽ മോദിപ്പിക്കുന്നവൻ. മോദിപ്പിക്കുക എന്ന് പറയുമ്പോൾ സന്തോഷിപ്പിക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാണ് ഭഗവാന്റെ രൂപവും പിന്നെ ആകാരവും ഒക്കെ തന്നെ ഭഗവാന്റെ ലീലകളും. അപ്പോൾ ഭഗവത്ഗീത പറയുന്നുണ്ട്, ചാപ്റ്റർ 10 ശ്ലോകം 9, മത് ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ചമാം നിത്യം തുഷ്യന്തിച്ച രമന്തിച്ച എന്ന്. അതായത് സ്വന്തം ആനന്ദ രസാനുഭൂതിയിൽ ഭഗവാൻ രമിക്കുന്നു. അപ്പോൾ ധ്യാനം കൊണ്ട് തന്നെ ധ്യാനിക്കുന്നവരെ രമിപ്പിക്കുന്നവൻ. അപ്പോൾ ധ്യാനാവസ്ഥയിൽ ഒരാൾക്ക്
ആ ഒരു ആനന്ദം അനുഭവിക്കുമ്പോൾ ആ ഒരു ധ്യാനിക്കുന്നവനെ രമിപ്പിക്കുന്നവനും ഭഗവാനാണ് എന്ന് പറയുന്നു. ഭഗവത്ഗീത പറയുന്നു, എന്നിൽ മനസ്സും പ്രാണനും അർപ്പിച്ചവർ എന്നെ തന്നെ പരസ്പരം ബോധിപ്പിക്കുന്നു എന്നും എൻ്റെ കീർത്തനം ചെയ്യുന്നതിൽ സന്തോഷിക്കുകയും രമിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇനി 526 നാമം ആനന്ദ. ആനന്ദം തന്നെ ഭഗവാന്റെ സ്വരൂപമാണ്. അപ്പോൾ ഭഗവാന്റെ സ്വരൂപം എന്ത് എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ സ്വരൂപം ആനന്ദമാണ്. അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളല്ലാത്ത, അതുപോലെ ദുഃഖ സ്പർശമില്ലാത്ത ശാശ്വതമായിട്ടുള്ള സുഖ അനുഭൂതിക്കാണ് ആനന്ദം എന്ന് പറയുക. അപ്പം നമ്മൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ വലിയ വലിയ പാർട്ടികളിലൊക്കെ പങ്കെടുക്കുന്നവർ, DJ പാർട്ടികൾ, അതുപോലെ മദ്യമൊക്കെ കഴിച്ച് ആനന്ദം അനുഭവിക്കുന്നു എന്ന് പറയും. പക്ഷേ അതല്ല ശരിക്കുള്ള ആനന്ദം. അതൊക്കെ ദുഃഖം അതിൻ്റെ കൂടെയുണ്ട്. കാരണം ഇത് കഴിക്കുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ പല ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ വരും. അപ്പോൾ ഇന്ദ്രിയ വിഷയമല്ലാത്ത ദുഃഖത്തിൻ്റെ സ്പർശമില്ലാത്ത ശാശ്വതമായിട്ടുള്ള ഒരു അനുഭൂതി അത് ഭഗവാനിലൂടെ മാത്രമേ ലഭിക്കുള്ളൂ. അതാണ് ഭഗവാന്റെ സ്വരൂപം. അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാൻ ആനന്ദം തന്നെ സ്വരൂപമായവനാണ്. അതാണ് ആനന്ദസ്വരൂപൻ. ഇനി 527 നന്ദനഃ. ആനന്ദിപ്പിക്കുന്നവനാണ് ഭഗവാൻ. എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നു. ഭഗവാന്റെ മുഖ്യ അവതാരം ശ്രീകൃഷ്ണാവതാരം ആണല്ലോ. അതുതന്നെ ഒരു ആനന്ദ അവസ്ഥയെ കാണിക്കുന്നു. ഭഗവാന്റെ രൂപം എല്ലാം തന്നെ. അപ്പോൾ ഭഗവാൻ ദശരഥ നന്ദനായിട്ട് ശ്രീരാമനായിട്ടും, അതുപോലെ വസുദേവരുടെ പുത്രനായിട്ട്, അല്ലെങ്കിൽ നന്ദഗോപരുടെ ഗൃഹത്തിൽ ശ്രീകൃഷ്ണനായിട്ടും ജനിച്ച് വളർന്ന് ആ ഒരു ലീലകളൊക്കെ ആടിയപ്പോൾ അതെല്ലാം ഭഗവാൻ മറ്റുള്ളവരെ ആനന്ദിപ്പിച്ച ആ ഒരു പല ലീലകളും നമ്മളെ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടല്ലോ കഥകളിലൂടെ. അപ്പോൾ ഇതാണ് ഭഗവാന്റെ രൂപം, ആനന്ദിപ്പിക്കുന്നവൻ. അതാണ് പല അവതാരങ്ങളിലൂടെ ഭഗവാൻ മറ്റുള്ള ആളുകളെ ആനന്ദിപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നാമം 528 നന്ദഃ. പൂർണ്ണത തന്നെ രൂപമായവനാണ് ഭഗവാൻ. ഭഗവാന്റെ രൂപം എന്ന് പറയുമ്പോൾ പൂർണ്ണതയാണ്. അതാണ് പറയുന്ന പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതി. ഇവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. എല്ലാം പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത മാറ്റിയാലും, എല്ലാം മാറ്റിക്കഴിഞ്ഞാലും അവസാനം ശേഷിക്കുന്നത് ഭഗവാനായിരിക്കും. എല്ലാം പ്രളയകാലത്ത് ഭഗവാനിൽ തന്നെ അവസാനം ലയിക്കുന്നു എന്നും, ഭഗവാൻ ആനന്ദപൂർണനാണ് എന്നും, പൂർണ്ണത തന്നെ സ്വരൂപമായവനാണ് എന്നും പറയുന്നു. അപ്പോൾ സകല വിധത്തിലുള്ള സിദ്ധികളോടും കൂടിയ ഭഗവാന് നടക്കാത്തതായിട്ടും ഇല്ലാത്തതായിട്ടും യാതൊന്നും തന്നെ ഇല്ല എന്നതിനാൽ ഭഗവാൻ സുഖത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സ്വരൂപമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ നന്ദഃ എന്നും പറയുന്നത്. അപ്പോൾ ഭഗവാൻ ആനന്ദഃ എന്നും പറയാം, നന്ദഃ എന്നും പറയാം. പൂർണ്ണത തന്നെ സ്വരൂപമായവൻ നന്ദഃ, ആനന്ദപൂർണൻ എന്നാണ് നന്ദഃ എന്നുള്ളതിൻ്റെ അർത്ഥം. ഇനി 529 നാമം സത്യധർമ്മ. സത്യവും ധർമ്മവും സ്വഭാവമായവനാണ് ഭഗവാൻ. സത്യമായ ധർമ്മം അനുഷ്ഠിക്കുന്നവനാണ് ഭഗവാൻ. അപ്പോൾ ഇവിടെ ധർമ്മം എന്ന് പറയുമ്പോൾ വ്യാവഹാരിക സത്യം, വ്യാവഹാരിക ധർമ്മം, സത്യമായ ധർമ്മം, ഇതൊക്കെ അനുഷ്ഠിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ദേശത്തിനും കാലത്തിനും അനുസരിച്ച് മാറ്റം വരുന്നതാണ് ഈ വ്യാവഹാരിക ധർമ്മം എന്ന് പറയുന്നത്. എന്നാൽ മാറ്റം വരാത്ത വ്യാവഹാരിക ധർമ്മത്തിന് മാറ്റം വരും. ഈ ലോകത്ത് ഉള്ള പല കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് വ്യാവഹാരികമായിട്ടുള്ള കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. എന്നാൽ ശാശ്വതമായിട്ട് മാറ്റം വരാത്ത നിലനിൽക്കുന്ന സത്യവും ധർമ്മവും അത് ഭഗവാനിൽ ഇരിക്കുന്നു എന്നും, ഭഗവാനാണ് ശാശ്വതമായിട്ടുള്ള മാറ്റം വരാത്ത ധർമ്മവും സത്യവും ഒക്കെ. അപ്പോൾ ആ കേവലമായിട്ടുള്ള ധർമ്മവും സത്യവും ഭഗവാൻ തന്നെയാണെന്ന് പറയണം. അപ്പോൾ സത്യസ്വരൂപനാണ് ഭഗവാൻ, ധർമ്മമൂർത്തിയാണ് ഭഗവാൻ എന്നൊക്കെ നമുക്ക് പറയാം. ഇനി അടുത്തത് 530 നാമം ത്രിവിക്രമഃ. 3 പദവിന്യാസങ്ങളുള്ളവൻ. ഭഗവാന്റെ വാമനാവതാരം നമുക്കറിയാം. ഭഗവാൻ 3 അടി കൊണ്ട് 3 ലോകങ്ങൾ അളർന്ന ത്രിവിക്രമനായിട്ട് ഈ 3 ലോകങ്ങളിലും നിറഞ്ഞു നിന്ന ആ ഒരു ഭഗവാന്റെ ആ ഒരു വലിയ ആ ഒരു രൂപം അത് വാമനാവതാരത്തിൽ പ്രകടമാണ്. അപ്പോൾ വാമനമൂർത്തിയുടെ നാമം തന്നെയാണ് ത്രിവിക്രമൻ എന്നുള്ളത്. അതുകൊണ്ട് ത്രിവിക്രമഃ.
അപ്പോൾ 2 കാൽവെപ്പിലൂടെ തന്നെ 14 ലോകങ്ങളും അല്ലെങ്കിൽ 2 ലോകങ്ങളും അളന്നെടുത്ത് 3-ാമത്തെ അടി ഭഗവാൻ മഹാബലി തൻ്റെ ഭക്തനായ മഹാബലിയുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു. അയാളെയും തൻ്റെ അധീനത്തിലാക്കി, അയാളെ അഹങ്കാരത്തിൽ നിന്ന് മുക്തനാക്കി, തൻ്റെ ഉത്തമ ഭക്തനാക്കി മാറ്റി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 3 അടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 3 അവസ്ഥകളാണ്. ത്രിഗുണങ്ങളെ കാണിക്കുന്നു. സത്വ ഗുണം, രജോ ഗുണം, തമോ ഗുണം, അല്ലെങ്കിൽ ഭാവി, ഭൂതം, വർത്തമാനം, അങ്ങനെ 3 കാലങ്ങളെ കാണിക്കുന്നു. അപ്പോൾ ഭഗവാൻ ഈ 3 കാലങ്ങൾക്കും അതീതനാണ്. അതാണ് ത്രിവിക്രമൻ. അതുപോലെ ജാഗത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളുണ്ട്. ആ 3 അവസ്ഥകൾക്ക് അതീതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് തുരീയാവസ്ഥ. അപ്പോൾ ആ തുരീയാവസ്ഥയിൽ അനുഭവം എന്ന് പറയുന്നത് ഭഗവാനെ അനുഭവിക്കുന്ന ആ ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പറയുന്ന ഈ ശക്തികൾ, ആ ശക്തികൾക്കും അതീതനായിട്ട് നിർവികാര സ്വരൂപനായിട്ടിരിക്കുന്ന ഭഗവാൻ എന്നും അർത്ഥമുണ്ട്. അതാണ് ഈ 3 എന്നുള്ളത്. ത്രിവിക്രമ, 3 പദവിന്യാസങ്ങളുള്ളവൻ. 3 തരത്തിലുള്ള 3 കാര്യങ്ങളുടെ പല പല കോമ്പിനേഷൻസ് നമ്മളിവിടെ പറഞ്ഞു. അത് ഈ 3 പദവിന്യാസങ്ങളെയും ഈ നാമം കുറിക്കുന്നു. ഈ 3 പദവിന്യാസങ്ങളെയും കുറിക്കുന്നവൻ, അല്ലെങ്കിൽ 3 പദവിന്യാസങ്ങളുള്ളവൻ, അല്ലെങ്കിൽ 3 ഭഗവാൻ വാമനാവതാരത്തിൽ ത്രിവിക്രമനായിട്ട് അവതരിച്ച ആ ഒരു കാര്യത്തിലൂടെയും ത്രിവിക്രമ എന്ന ഭഗവാന്റെ നാമം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ ഭാഗം 521 തൊട്ട് 530 വരെയുള്ളതാണ്. അജോ മഹർഹ സ്വാഭാവ്യ ജിതാമിത്ര പ്രമോദന ആനന്ദോ നന്ദനോ നന്ദ സത്യധർമ്മ ത്രിവിക്രമ. ഇത്രയും ഭാഗമാണ് നമ്മൾ നോക്കിയത്. അതിൻ്റെ അർത്ഥമൊക്കെയാണ് നോക്കിയത്. അപ്പോൾ ഭഗവാൻ ഗുരുവായൂരപ്പന് ഈ ഒരു ഭാഗം സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.